അതാണ് എന്നെ കണ്ട വാക്കിനെ പോയത്. അവൾക്കന്ന് കൊടുത്തായിരുന്നല്ലേ നമ്മള് നല്ല രീതിയിൽ. പിന്നെ വെച്ചറിഞ്ഞു കൊടുത്തായിരുന്നു. കണക്കിന് കൊടുത്തായിരുന്നല്ലേ. എടാ തേനീച്ച വന്നടാ, തേനീച്ച വന്നടാ. ചാറ്റ് ഇട്ടായിരുന്നേ ഇവൻ. പാവം പയ്യൻ. RP ഒക്കെ കേറും, മനസ്സിലായോ? ഇന്നലെ 9, 10, 12 മണിക്കൂർ എന്തോ RP ചെയ്തേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ജോഷ് ഇന്നലെ നീ വിളിച്ചപ്പോ എന്ത് പറഞ്ഞു? മങ്കി തീർന്നല്ലേ? മങ്കി തീർന്നു. അവ ഇന്ന് ഉച്ചക്ക് മങ്കി ലൈവ് ഉണ്ടായിരുന്നു. ഹലോ, എനിക്ക് അപ്പോഴേ മനസ്സിലായടാ. അങ്ങനെ ന്യായമൊക്കെ പറയണം. മേടിച്ചായിരിക്കും ചിലപ്പം പുതിയത്. ആണാ തീർന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ 100 കൂട്ടം കാരണമാണ് എന്നത് പറഞ്ഞത്. അവൻ മേടിക്കട്ടാ, അവന്റെ മുമ്പിൽ കൂടെ 5 മങ്കി മേടിക്കും. എന്നിട്ട് 4 എണ്ണം ഞാൻ ഗീവ് അവേയും ചെയ്യും. എന്താടാ കണ്ണാത്തിയല്ലേ? പല്ലി കമ്പ്യൂട്ടർ ചെയ്ത കൊച്ചാണ്. പോഡ്കാസ്റ്റ് ഒക്കെ ഉള്ള. അതാണ്. പേരെന്താണ്? നില. 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 നോട്ട് നില, ഇറ്റ്സ് നില. നില. ഈ നിളനല്ല നമ്മളൊന്ന് കണ്ടത്. അതെ, നിലാന്നാ, നിളാന്നല്ല. നില സുഖാണ്. എന്തൊക്കെയുണ്ട്? സുഖം. എന്നെ കാണാനായിട്ട് കയറിയല്ലേ? അതെ, നമ്മുടെ ഇൻഫോ പാർക്കിലെ നീളല്ലേ? അതെ. സുഖല്ലേ? സുഖാണ്. നിലയ്ക്ക് സുഖാണോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. എന്തെന്റെ വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? ഇന്നലെ മുടി പോലും കാണിക്കാത്ത വെച്ചാണല്ലോ ഇന്ന് മുടിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ആണോ? ഫുഡ് കഴിച്ചു നീള. ഫുഡ് കഴിച്ചു. ആണോ? നിള കഴിച്ചോ? ഞാൻ കഴിച്ചു, ഞാൻ കിടന്നു. അയ്യോ, ഉറങ്ങാൻ പോണോ നിള? അതെ. എന്താണ് ഭയങ്കര നേരത്തെ 10 മണിക്ക് കിടന്നുറങ്ങുന്നത്? എനിക്ക് ഏർലി മോർണിംഗ് ഷിഫ്റ്റാ. 3 മണിയാകുമ്പോ. നമ്മളെപ്പോലെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കില്ലല്ലോ നില. സോ ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ഞാനുണ്ടല്ലോ ഇന്നലെ എന്നാ നമ്മൾ കണ്ട ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലാന്ന്. ബട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ എനിക്ക് മനസ്സിലാവെന്ന് വെച്ച് കഴിഞ്ഞാല് കളർ ചെയ്തില്ലേ മുടി, അപ്പൊ എനിക്ക് ആളെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ അവിടെ കാണുമ്പോ. പോഡ്കാസ്റ്റിലൊക്കെ വീഡിയോയിലൊക്കെ കാണുമ്പോ വേറെ. അതെ, സുന്ദരനാണ്. You look beautiful, like you look handsome. Okay. നിളാന്ന് പോയതിനു വെച്ചാൽ എനിക്ക് കീപ്പ് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റ ഒന്നും ഇല്ലാത്തോണ്ടേ. ഞാൻ ഇൻസ്റ്റ ഒന്നും തന്നിട്ടുണ്ടായില്ല. കുഴപ്പമില്ല. എന്റെ തരാം. അല്ല, എനിക്കറിയാം, എന്റെ തന്നിട്ടുണ്ടായിരുന്നു അന്ന്. തന്നോ? ഓക്കെ. നിള പിന്നെന്താണ് ഫുഡൊക്കെ കഴിച്ചത്? എന്താണ് കഴിച്ചത്? ഇന്നിവിടെ ചോറും മോരുകറിയും മീൻകറിയും പയറുപ്പേരിയും ചീരത്തോരനും ഉണ്ടായി. നിള കുക്ക് ചെയ്യായിരുന്നോ അതോ മെസ്സാലയാണോ? അല്ല, ഞാൻ വീട്ടിലാ. അമ്മ കുക്ക് ചെയ്തു. വീട്ടിൽ. സോറി, കോലഞ്ചേരി വീട്ടിൽ തന്നെയാണല്ലേ നിള? നിള ഇപ്പൊ എങ്ങനെ ഞാൻ കോലഞ്ചേരിന്ന് ഇൻഫോ പാർക്ക് വരെ എങ്ങനെ സ്കൂട്ടറിന് പോവാം? രാവിലെ വണ്ടിയൊക്കെ ഓടിച്ച്? അല്ല, ക്യാബ് വരും. ക്യാബ് വരുമോ? അവർ പിക്ക് ചെയ്യും? പിന്നെ കുഴപ്പമില്ല, കൊണ്ടുവിടും. പക്ഷെ ഞാൻ ഉച്ചക്ക് വരുന്നോണ്ട് കൊണ്ടുവിടുന്നത് എടുക്കില്ല. അപ്പം ബസ്സിൽ കയറി. ഞാൻ പ്രതീക്ഷിക്കുന്നതായിരിക്കും. പിന്നെന്താണ്? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അറിയുന്നില്ല. അതിന് ഞാൻ വന്നിട്ട് എങ്ങനെ പോയാലും 2 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. 5 minutes പോയി. വിശ്വസിക്കുന്നീള? നിളക്ക് സമയം പോയായിട്ട് തോന്നിയില്ലേ? പെട്ടെന്ന് സമയം പോയില്ലേ? എനിക്ക് എത്ര സമയം പോകുന്നില്ല. നിള സിംഗിൾ ആണോ? പിന്നെ എന്തൊക്കെ ചോദ്യം അറിയണം? ഞാൻ കല്യാണം കഴിച്ചോണോ എല്ലാം ചോദിക്കാം ഞാനിവിടെ. അതൊന്നും പറഞ്ഞു കൊടുക്കണ്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും.
ഇല്ല പറയുന്നില്ല. ഞാൻ ഓടിയാൻ വിട്ടു, എന്റെ അടുത്ത് മാത്രം പറ. ഓക്കെ. ചുമ്മാ അത് പറയണ്ട. യുവർ പ്രൈവസി. അതൊന്നും വന്ന് ഇല്ലാത്തൊന്നും പറയണ്ട. ഞാൻ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കാണാറുണ്ട്. ഫാനാണോ? അതെ. ഫാനിനെക്കാട്ടിലും ലൈക്ക് ഐ ലൈക്ക് ഐ ലൈക്ക്. നിങ്ങളുടെ വർത്താനൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടം. താങ്ക് യു മീൻസ് എ ലോട്ട്. ഇഞ്ചിക്കറി, സാമ്പാർ, Okay. ഞാനൊരു ഐലേക്കാണ് അത്. എന്റെ അപ്പയുടെ നാട് പത്തനംതിട്ടയാണ്. സോ ഓ, പത്തനംതിട്ടയാണോ അച്ഛൻ്റെ നാട്? ആ ഓക്കെ. ലൈക്ക് പത്തനംതിട്ട കോട്ടയം ബോർഡ്. ഓക്കെ. എന്റെ കായംകുളം. അറിയാം. അറിയാല്ലേ? മീൻസ് എനിക്ക് അറിയില്ലായിരുന്നു ഇത് താനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, ഞാൻ അറിയാതാണ് അന്ന് സംസാരിച്ചത്. അയ്യോ, കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? എന്തിനാണ് അറിഞ്ഞോ അറിയാതെ ഒക്കെ. ഒറ്റ മിനിറ്റ്, കോൾ വരുന്നേ. ഇറ്റ്സ് ഓക്കെ. ഒറ്റ മിനിറ്റ്, 1 മിനിറ്റ് പറഞ്ഞോ. ഞാൻ ലൈവാ. നീ പറഞ്ഞോ, നീ പറഞ്ഞോ നമ്പർ പറഞ്ഞോ. ഓക്കെ, ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ലൈവാണ്. ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാവേ. ഓക്കെ. ഹലോ. ലാസ്റ്റ് ടൈം ഞാൻ ലൈവ് ഇതുപോലെ ഒമേഗിളിൽ വന്നപ്പോഴും സെയിം ടൈമിൽ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആ നമ്പർ പറ. ഞാൻ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിനായിട്ട് എന്റെ ലൈക്ക് മാനേജർ കോൾ ചെയ്യുന്ന. നൈസ്. അപ്പം പുള്ളിയെ വിളിച്ചിട്ട് എനിക്ക് ലൈവ് ആണെങ്കിലും അത് കൊടുത്തേ പറ്റും. അത് ഇടയ്ക്ക് ടൈമിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. നമുക്ക് പുതിയ ഡീലേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ അയച്ചു തരും. മനസ്സിലായി? അപ്പൊ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഞാൻ അത് ആ ഒരു ഓൺ ടൈമിൽ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ താങ്ക് യു. ഞാൻ എന്താണ് നിളക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് വായിച്ചേപ്പിച്ചെന്നായിരുന്നോ? വായിച്ചേപ്പിച്ചായിരുന്നു. മറ്റേ I'm in love with the fairy tale. കേൾപ്പിച്ചായിരുന്നു. പിന്നെ എന്താണ് നിലയുടെ വോയിസ് എല്ലാം ക്യൂട്ടാണ് കേട്ടാ. താങ്ക് യു. നോ മെൻഷൻ. നമ്മൾ കോംപ്ലിമെന്ററി പറയണല്ലോ. കോംപ്ലിമെന്ററി പറയണതല്ല, നല്ലത്. ഇപ്പം കുട്ടി ഞാൻ ഹാൻഡ്സം നല്ല കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, അപ്പൊ ഞാനും പറയണല്ലോ. ചെറിയൊരു പണി കിട്ടിയേ. ഒന്നുമില്ല. ഞാൻ മേടിച്ചിട്ടുണ്ടോ മറ്റേ ലൈൻ? എല്ലാരും ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കോ അവിടെ ലൈവിലുള്ള ഫാമിലി. ഞാൻ തിരക്കെന്ന് പറയാം. SRKടാ നീള തിരക്കേട്ടാ. നീള അങ്ങനെ എല്ലാരോടും സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളല്ലേ, എന്നോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. സോറി. പിന്നെന്താണ് നിള? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞാലെങ്ങനെ? പിന്നെ നമുക്ക് എനിക്കടാ ആരോ സൊമാറ്റോന്ന് റിക്വസ്റ്റ് ഇടുന്നു ഇങ്ങോട്ട് 1500 രൂപയ്ക്ക് അപ്രൂവ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റ ID. അത് ചോദിക്കുന്നത് മോശമാണ്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. മനസ്സിലായോ? ഞാൻ എന്റെ ഇട്ടുണ്ട്, ഫോളോ ചെയ്താൽ. I think I already following you. ഒന്ന് കേറണല്ലേ? I'm not sure. Okay. ഞാൻ ഇന്നലെ പോയി നോക്കിയിട്ടുണ്ടായി. ഇല്ല. Never. You didn't. No, you didn't. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഫോളോ ചെയ്താൽ മതി. നമ്മളിനി കോലഞ്ചേരി അല്ല ഇൻഫോ പാർക്കൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായി വിളിക്കാം.
വിളിച്ചാ മതി. എന്നെ കൊണ്ട് പറ്റുന്നതാണേ ചെയ്തു തരാം. ഓക്കെ ഓക്കെ. ഓക്കെ. ആ ചായ അടിക്കാൻ പോകാൻ എന്റെ ഫ്രണ്ടായല്ലോ. ഓഫ് കോഴ്സ്. ഓക്കെ എന്നുള്ള അപ്പം കീപ് ഇൻ ടച്ച്. സീ യു. Okay. It's nice to meeting you guys, like you and the guys over there in the live. Thank you. So everyone having a good day and good night sleep. I'm going to sleep actually. So good night for everyone. അയ്യോ ഞാൻ കോലഞ്ചേരിയിലാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്. എന്റെ ഫ്രണ്ടിന്റെ വീട് കോലഞ്ചേരിയിലാണ്. ബാബ്സ് ആണോ? ബാബ്സ് ആണോ? ബാബ്സ് അല്ല, ബാബ്സ് അകന്ന ഫ്രണ്ടാണ്. ഞങ്ങള് ബാബ്സ് ബോബ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ബോബോയ് എനിക്ക് അറിയാൻ വഴിയില്ല. ലൈക്ക് എനിക്ക് അങ്ങനെ ആരും അറിയില്ല. ഇത് ഞാൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പോഡ്കാസ്റ്റ് റാൻഡംലി ഒരു വട്ടം കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. എനിക്ക് നിങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പോഡ്കാസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായി. നമുക്ക് ബോബ്സ് എന്ന് പറഞ്ഞ എനിക്കൊരു കൂട്ടുകാരുണ്ട്. അവന്റെ വീട് അവിടെയാണ്. അപ്പൊ ഞങ്ങൾ അതുവഴി ഇങ്ങനെ കോലഞ്ചേരി വഴിയായിരിക്കും എറണാകുളം പോകുന്നത്. അപ്പം എപ്പോഴെല്ലാം അതുവഴി പോകുമ്പം വി വിൽ കീപ് ഇൻ ടച്ച്. Of course. Sure. Yes. Okay, ഞാൻ എന്റെ ഫ്രണ്ട് വിളിക്കാം ഒരു ദിവസം. ചായ കുടിക്കാൻ വിളിക്കാം. Okay. അപ്പൊ ശരി ഗൈസ്, എല്ലാവർക്കും ബൈ ബൈ. Take care. Have a sweet dreams. Have a good day. Yeah. Thank you. Okay. കുളത്ത് റെയിൽവേ സ്റ്റേഷന്റെ പുറകിലുള്ള ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നവനാ. അവന് കോഴഞ്ചേരിയിലെ ചായ ഇപ്പൊ ഇറങ്ങത്തോളൂ. എന്ത് വർത്താനമാണോ പറയാ? അവളോട് സംസാരിച്ചേ കമ്പി പിടിച്ച് തിരിച്ചു മനസ്സിലായി. എനിക്ക് മനസ്സിലായി. തിരിച്ചതേ ഇത് ഒത്തിരി ടൈറ്റ് ചെയ്ത് ഞാനെടാ ഒരെണ്ണോ പൊട്ടിയേക്ക് കുഴപ്പമില്ല. 2 കമ്പി പൊട്ടിന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഇളകി വന്നു. കമ്പി മാത്രമല്ല പൊട്ടിയത്, ടൈറ്റ് അല്ലാത്തോണ്ട് ഇളകി വരാടാ. ഈ വയലിൽ എനിക്ക് അത്ര പ്രിയപ്പെട്ട ആളിയാ. നാളെ കൊണ്ട് ഞാൻ റെഡിയാക്കണം. നാളെ കൊണ്ട് 2 കമ്പിയായിട്ട് റെഡിയാക്കണം. അല്ലെങ്കിൽ ശരിയാവത്തില്ല. താടി സോറി ചേട്ടാ, താടി എങ്ങനെ ഇത്രയും കളിച്ചേ? അതല്ല ചേട്ടാ, നിങ്ങളൊരു വയലിന് പാട്ട് പാടി എനിക്കത് സന്തോഷം വരും. സന്തോഷം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും. അപ്പൊ ആ സന്തോഷം നമുക്ക് 2 പേർക്ക്. നീ ഹലോ എന്ന് പറയടാ ഫ്രണ്ട് ഇരിക്കുന്നവൻ. ഹലോ. അപ്പൊ ഇപ്പുറത്ത് സംസാരിച്ചാലും നിന്റെ ഏട്ടനോ? ഇല്ലല്ലോ. ഇപ്പുറത്തെ സൈഡ് ഇല്ലല്ലോ. എടാ മറ്റവന്റെ നീല ടീഷർട്ട് ഇട്ടേക്കുന്ന കണ്ടെന്ന് പറ. ഇതാണ് പറഞ്ഞ പുള്ള മനസ്സിൽ കള്ളമില്ല. നിന്റെ നോട്ടത്തിൽ തന്നെ നിന്റെ ചേട്ടൻ അവിടെ ഉണ്ട്. മനസ്സിലായോ? ചേട്ടനോ? ഇത് വേറെ ഏതോ ചങ്ങായാണ്. കൈ വന്ന് ഇതെന്താ റിമര്? എടാ മോനെ എന്താ പാട്ടോ? എന്റെ കയ്യിൽ കാറില്ല, എന്റെ കയ്യിൽ ബൈക്കില്ല, എന്റെ കൂടെ പെണ്ണിൽ. ഇതെന്താ അവന്റെ കൈയാണോ? എന്താ അത് കാലാണ്, മറ്റവന്റെ തൊടയാണ് പൊങ്ങിയിരിക്കുന്നത്. ആണോ? എന്താ എന്തൊക്കെയാണ് അത് കാണുന്നത്? ഞാൻ ഇടയ്ക്ക് പൊങ്ങി വരുന്നു. ഹായ് കുട്ടി, ഞാനൊരു വയലിനിസ്റ്റ് ആണ്. യു ഡോണ്ട് മൈൻഡ് ഞാൻ പ്ലേ ചെയ്തോട്ടെ? ഓക്കെ. വാട്ട്സ് യുവർ നെയിം? പേരെന്താ? നീ ലൈവ് അല്ലേ? ഞാൻ നീയാ? എന്താ എന്താ സോറി ചേട്ടാ, നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് എനിക്ക്. എത്ര വയസ്സുണ്ട് നിനക്ക്? ശരി അച്ഛാ. തന്റെ മാറ്റുന്നോ? എത്ര വയസ്സുണ്ട് മോളെ? എത്ര വയസ്സുണ്ട്? 18. 18 വായിച്ചരാം. ലോകം എങ്ങോട്ടാ പോന്നേ? വായിച്ചേ. അതിനൊട്ടൊന്നുമല്ല. ഓക്കെ.
ലാസ്റ്റ് കാണിച്ച സാധനമൊക്കെ ഉണ്ടോ പെർഫെക്റ്റ്. ഹലോ പ്രൊഫഷണൽ എങ്ങനെയുണ്ട് ഇഷ്ടാണോ? ഒന്നുകൂടി വായിച്ചു. ഒന്നുകൂടെ വാങ്ങിക്കണോ? ആ. എന്തൊക്കെ പ്രശ്നം? മീറ്റർ പിടിച്ചോണേ. ഇതൊക്കെ പകുതി കാണിക്കല്ലോ, ഫുള്ളും കാണിക്ക്. വയലിൻ ഫുള്ളും കാണിക്ക്. ഫുള്ളും കാണിച്ചോണ്ട് കൈന്റെ പൊസിഷൻ ഒക്കെ നോക്കട്ടെ. അങ്ങനെ ചുമ്മാ കൈ കാണിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. പുറകിലേക്ക് കുത്തിയിടണമെന്ന് പറയണ എനിക്ക് ഇനിയും പുറകോട്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, വയലിന്റെ ഇതില് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതാ പൊക്കി പിടിക്കാൻ പറ്റത്തില്ല ഒത്തിരി. നിങ്ങൾക്ക് ഓഡിയോ വയലിനില് നിങ്ങൾക്ക് ഓഡിയോ കേൾക്കണ്ടേ? ഓഡിയോ അറിയണോ? അതിന്റെ പൊസിഷൻ ഒക്കെ എനിക്ക് കാണണം. അത് കാണിക്കണേ. ഇത്രയും വലിഞ്ഞിരിക്കാൻ ഒക്കത്തില്ലെന്ന് പറ. സ്റ്റെക്കായി നിൽക്കണ്ട. എടി മോളെ, എടി ഇത് കണ്ട വയലിനില് ഇതുവഴി നമ്മള് ഓഡിയോ ഇതിലോട്ട് ആക്കാനായിട്ട് കണക്ട് ചെയ്തില്ലേ ഒരു വയറ്? അത് അവിടെ അല്ല കുത്തുന്നെ. കാട്ടിക്ക്. എടി അത് പൊക്കാൻ പറ്റൂല. പൊക്കി കഴിഞ്ഞാൽ കണക്ഷൻ എല്ലാം പോന്ന്. ഇത്രയും പൊക്ക, ഇത്രയും കാണിക്കാം. അതായത് ഇത്രയും കാണിച്ചാൽ മതിയോ? അതിന്റെ വിരല് കാണിച്ചാൽ മതി. ഇത്രയും കാണിച്ചാൽ മതിയോ? നിന്നങ്ങ് വായിച്ച് കാണിച്ചു കൊടുക്കള്. എന്തേലും ഉണ്ടോ വയലിന്? എന്തായാലും മനസ്സിലായി. വയലിനല്ലെന്ന് പറ, ഇത് മറ്റേതാ. എന്റെ പൊന്നു മോളെ, മോളെ ഇരിക്കുന്ന വയലിന് എത്ര രൂപ? അറിയത്തില്ല. കൂടിപ്പോയ 2000-3000 രൂപ. ഈ വയലിന്റെ വില എത്രയാണെന്ന് അറിയാവോ? എത്ര പറ. ഈ വയലിന്റെ വില 22,000 രൂപ. ഇതില് വിത്ത് ഓഡിയോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ വയലില്. ഓരോരോ എന്തോ കൊറേ ആയിട്ട് സെർച്ച് ചെയ്യുന്നല്ലോ. എന്താ ചിരിക്കുന്നേ ഒറ്റയ്ക്കിരുന്ന്? നമ്മളടുത്തോടെ പറ, നമ്മളും ചിരിക്കട്ടെ. പറ. ഒന്നുമില്ല. മാറിക്ക പോവാണേ. ഇനി ഇതുകൂടെ എടുത്ത് തലയാക്കാൻ വയ്യ. 14 വയസ്സ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ. ഇത് ഗിത്താറല്ല. അതെ ബ്രോ, നിങ്ങളുടെ ബ്രോ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ. അതിന്റെ കമ്പിയൊക്കെ ഒടിഞ്ഞോളി. ഒടിഞ്ഞ കമ്പിയൊക്കെ 10 വർഷം പ്രായമുള്ള ഗിറ്റാർ വയലിലെ കമ്പിയും ഇതൊക്കെ ഇരിക്കല്ലേ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ പോയത്. തല്ലുറപ്പ്. ഹലോ, ഹായ്. ഹായ്. ലൈവാണോ? ലൈവാണ്. എന്താ ചാനലിന്റെ പേരെന്താ? ചാനലിന്റെ പേര് ടൈപ്പ് ചെയ്തിട്ടേ. അല്ല, പരിചയപ്പെട്ടിട്ടൊക്കെ ചാനൽ ചോദിച്ചാ പോരാ. പരിചയപ്പെട്ടിട്ട് വരെ ചാനലിന്റെ നമുക്ക് അറിയുന്നത്. അല്ല, ഒന്ന് പറ. എന്റെ പേര് നന്ദന, ഇവളുടെ പേര് അതില്ല. അതില്ല. ഓക്കെ. എന്റെ പേര് ദേവദത്ത്. ചാനലിന്റെ പേരെന്താ? ഞാൻ വയലിൽ കേട്ടിട്ട് ചാനലിന്റെ പേര് അറിഞ്ഞാ പോരെ? എന്നാലേ അതിന്റെ ഒന്ന് പറ. അല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നാ ചാനലിന്റെ പേര് തരാം. വയലിൻ കേട്ടിട്ട് വയലിൻ കേട്ടിട്ട് പോരെ ചാനലിന്റെ പേര് അറിയുന്നത്? കേക്കട്ടെ. അത്രേ ഉള്ളു. എന്നാ ചാനലിന്റെ പേര് ജർമ്മൻ അറിയോ? ജർമ്മൻ അറിഞ്ഞൂടാ. പിന്നെ എന്താ ജർമ്മൻ കണ്ണാപ്പി? എന്നിട്ട് അത് ഇച്ചിരി വെറൈറ്റി പേര് അങ്ങ് പിടിച്ച നമ്മള്. ജർമ്മൻ കണ്ണാപ്പി ഇൻസ്റ്റയിലുണ്ടോ? ശരിക്കും ഇതെന്റെ ഇത് യൂട്യൂബ്. ജർമ്മൻ കണ്ണാപ്പിന്ന് എന്തിനിട്ടു? അത് അന്നത്തെ ഒരു ട്രെൻഡിങ് വേർഡായിരുന്നല്ലോ. ഒരു 7 വർഷം മുമ്പ്, 7-8 വർഷം മുമ്പ്. ജർമ്മനോ? ജർമ്മൻ കണ്ണാപ്പി എന്നുള്ളത് ട്രെൻഡിങ് വേർഡായിരുന്നു. 2 ചാനലുണ്ട്. ഈ ചാനലുണ്ട്.
ഏത് ചാനല്? ഇപ്പൊ അയച്ചത് സെക്കൻഡ് ചാനൽ. ജർമ്മനിയിൽ ഒരു പെണ്ണ് കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. കൊണാത പോഡ്കാസ്റ്റ്. യെസ്. ആ വയലിന് വായിക്കേ കേക്കട്ടെ. ആ നിങ്ങൾ സെർച്ച് ഒക്കെ ചെയ്തിട്ട് ഫ്രീ ആവട്ടെ, എന്ത് വായിക്കാം. ഇല്ല സെർച്ച് ചെയ്ത് നന്ദന കിട്ടി വായിച്ചോ നന്ദനയുടെ സ്ഥലം വായിച്ചോ. വായിച്ചോട്ടെ. ഓക്കെ വായിക്കട്ടെ. ഓക്കെ വായിക്കട്ടെ. ഓക്കെ വായിച്ചോ. ഹലോ. കഴിഞ്ഞ സിമ്പിൾ ടോൺ ഇനിയില്ല, കൊറേ നാൾക്ക് കുറച്ച് നല്ല ടോണായിട്ട്. ആരാധികയൊക്കെ വായിക്ക്. ആരാധിക്കല്ല, ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഈ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ബേസ്. ഞാൻ ആരാധിക എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ട് ഒരു ദിവസം വരാം. പഠിച്ച് വരണം, വന്നിരിക്കണം. വന്നിരിക്കാം. നിങ്ങളെന്താ പഠിക്കണോ? ഞങ്ങൾ ടീച്ചേഴ്സ് ആണ് അല്ലേ? എങ്ങനെ മനസ്സിലായി? അത് നിങ്ങളുടെ വേ ഓഫ് ആക്സെന്റിന്ന് മനസ്സിലാവും. ടീച്ചേഴ്സ് ആണ്. കാരണം നിങ്ങൾ ഞങ്ങൾ എന്തിന്റെ ടീച്ചറാന്ന് പറ. അത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങളുടെ വേ ഓഫ് ആക്സെന്റ് വന്നിട്ട് നിങ്ങളുടെ പേരായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കാരണം നിങ്ങൾ വന്ന ഉടനെ തന്നെ ചോദ്യം ചോദിപ്പായിരുന്നു. ടീച്ചേഴ്സ് ആണ് ഈ വന്ന ഉടനെ തന്നെ ധൃതി ഓടിച്ച് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. ചാനലിന്റെ പേരെന്താ, മറ്റേ പേരെന്താ, അതിന്റെ പേരെന്താ, ഇതിന്റെ പേരെന്താ. ഞങ്ങള് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പേരായിട്ട് റിലേറ്റ് ചെയ്തൊന്ന. ജർമ്മൻ ആയിരിക്കും. അതെ, അതാദ്യമേ ജർമ്മൻ അറിയോ ചോദിച്ചേ. എവിടാ പഠിപ്പിക്കുന്നേ? ഞങ്ങൾ കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്, ഒരുപാട് സ്ഥലം. നിങ്ങൾ എവിടാ നിക്കുന്നേ? കൊച്ചിയിലോ? കൊച്ചിയില്. ഓക്കെ. സോ നൈസ് ടു മീറ്റിംഗ് യു ഗൈസ്. ശരിക്കും പേരെന്താ? ശരിക്കും പേര് ദേവദത്ത്. ദേവദത്ത്. എന്റെ നന്ദന. ഇവളത് മൂന്നാമത്തെ പരിചയപ്പെടുന്നേ. എന്നാലും പരിചയപ്പെടുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അതിന്റെ സിംഗിൾ ആണോ? പിന്നെ 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 എന്താ പരിപാടി? എന്താ പരിപാടി? തന്നെയാണോ? നമ്മള് വയലിലാണ് നമ്മുടെ മെയിൻ ഇത്. പിന്നെ ഞാനൊരു ഗെയിമിംഗ് സ്ട്രീമറാണ്. പിന്നെ പോഡ്കാസ്റ്റ് എല്ലാം ഉണ്ട്. എന്ത് ഗെയിമാ? പബ്ജി, GTA 5. മറ്റേ ഇങ്ങനെ ഓടുന്നതല്ലേ? ഓടുന്നോ? ഈഗിൾ ഗെയിമിംഗ് അറിയോ? പുള്ളിയുടെ ഗാങ്ങിലുള്ള ഈഗിളിനറിയാം. ഇതുവഴി പോകുമ്പോ കണ്ടിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോ ഇതുവഴി കൊച്ചി വഴി പോകുമ്പോ കണ്ടോ? ഓക്കെ. അപ്പൊ സായിപ്പൊക്കെയോ? അത് വേറെ ഫീൽഡാണ്. സായിപ്പിനോട് പോഡ്കാസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പോഡ്കാസ്റ്റ് തന്നെ എത്തി നോക്കില്ല? കൊണാത പോഡ്കാസ്റ്റ് അത് സെർച്ച് ചെയ്ത് നോക്ക്. നോക്കിക്കേ. നോക്കട്ടെ. നോക്കടി. ഏതിലാ? യൂട്യൂബിലടി കൊണാത പോഡ്കാസ്റ്റ്. ഇവർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് അറിയോ? അപ്പൊ സ്ഥലം എവിടെയാ? കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണിയുടെ നാട്ടുകാരാ നമ്മള്. അതിലേക്ക് 26 വയസ്സ്. ഞങ്ങൾ അതിലേക്ക് 26 വയസ്സല്ലേ? 26? പിന്നെ 26 പിന്നെ എത്ര? 26 കള്ളം പറയല്ലേ? അതില്ല. പോയേ 26? ഇത് ഇടത്തെ സൈഡിലിരിക്കുന്ന ആൾക്ക് നന്ദനക്ക് 28 വയസ്സല്ലേ? 35 വയസ്സ്. 2 കൊച്ചുണ്ട്. അതൊക്കെ തോന്നി. അതുല്യ സിംഗിൾ ആണെന്ന്? അല്ല, ഞങ്ങക്ക് 21 വയസ്സ്. 21 വയസ്സോ? വിശ്വസിക്കല്ലേ? പെണ്ണ് പറയുന്ന എല്ലാം കേട്ടാ വിശ്വസിക്കുന്നതിന് മണ്ണുണ്ണിയല്ലേ? മനസ്സിലായ?
സത്യമായിട്ടും 24 വയസ്സ്. ഞാൻ വേണം ആധാർ കാർഡ് കാണിച്ചു കാണിക്ക്. 21 വയസ്സാണ്. വിശ്വസിക്കാൻ പറ്റൂല്ലോ. ഇല്ല പറ്റൂല. ഞങ്ങൾ അങ്ങനെ എന്തിനാ എല്ലാവർക്കും ആധാർ കാർഡ് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം? എന്തിനാണ് ഇങ്ങനെ ഫേക്ക് വാഗ്ദാനങ്ങൾ പറയുന്നത്? പോഡ്കാസ്റ്റ് നോക്കിയാ? പോഡ്കാസ്റ്റ് നോക്കിയില്ല. അവിടെ ഞങ്ങളെല്ലാരും പറയുന്നതായിട്ട് പോഡ്കാസ്റ്റ് നോക്കേണ്ട എന്താ ആവശ്യം? അല്ല വയനാട്ടിൽ വല്ലാണോ വീട് നിങ്ങളെ ഇപ്പൊ താമസിക്കുന്നത്? അല്ല ഞാൻ കൊറേ നേരമായിട്ട് സെർച്ച് ചെയ്യുന്നു, ഇതുവരെ വന്നില്ല. റേഞ്ച് ഇല്ല അവിടെ. ഞങ്ങൾ കൊച്ചിയിലാണ്. കിട്ടി. ഓക്കെ കൊച്ചിയിലാണ്. റേഞ്ച് ഇല്ലാത്തവരുണ്ടോ? ഞങ്ങക്ക് നല്ല റേഞ്ച് ഉണ്ട്. മനസ്സിലായി. ഞങ്ങൾ കൊച്ചിയിലാണ്, ഡെവലപ്പിംഗ് സിറ്റി. ഓക്കെ. എത്ര ആളെ കൊച്ചി വന്നിട്ട്? 7-8 മാസം. അത്രല്ലേ ഉള്ളു അതിന്റെ? ആയിക്കോട്ടെ. നമ്മളും കൊച്ചിയിലായിരുന്നേ. നമ്മളെ നമുക്ക് നമ്മളെ ഇടച്ചറയിലായിരുന്നു കൊച്ചിയില്. നമുക്ക് സ്വന്തമായിട്ടൊരു വില്ല ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു വില്ല ഉണ്ടായിരുന്നു. വില്ല എവിടാ? എടച്ചിറ ഇൻഫോ പാർക്കിൽ അടുത്ത്, സ്കൈലൈൻഡ് ഇപ്പുറത്ത്. ഓഹോ. യെസ്. നമ്മളാ വില്ല ഈ സ്ട്രീമിംഗ് ഇത് തന്നെ സ്ട്രീമിംഗ് തന്നെ. ഞാൻ ചോദിക്കട്ടെ, എത്ര ഇത് കിട്ടും, ഏർണിങ്സ് കിട്ടും? അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും കണ്ണി കാണുന്നിടത്തൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അവളെ ഇങ്ങോട്ടടിക്കുന്നു. ആയിക്കോട്ടെ. നിങ്ങളൊക്കെ വലിയ ആൾക്കാര്, നിങ്ങളൊക്കെ വലിയ യൂട്യൂബേഴ്സ്. ആയിക്കോട്ടെ. ഒരു വയലും കൂടെ ഒരിക്കൽ കൂടെ കണ്ടവര് പറഞ്ഞിട്ട് ചെയ്യാനും പറ്റൂല. എനിക്ക് തോന്നുമ്പോ വായിക്കും. 1-ന് 3 കൊടുക്കണോളാ. ആയിക്കോട്ടെ. ഓക്കെ ശരി എന്നാ. ടാറ്റാ. ഞാൻ കാണുന്നുണ്ടേ. ബൈ. സ്കിപ്പ് അടിക്ക്. ഞങ്ങള് കണ്ടവര് പറയുന്നതായിട്ട് സ്കിപ്പ് അടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇവിടെ സോളാറാണ്, 24 മണിക്കൂറും PC ഓൺ ആയിരിക്കും. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞങ്ങക്ക് ഇവിടെ കറണ്ട് ഉണ്ട്. ഓക്കെ കുത്തിയിട്ടിരുന്നോ? ഇല്ല ഓഫ് ആക്കട്ടെന്ന് പറയാം. കണ്ടവര് പറയുന്നതായിട്ട് കുത്തിയിട്ടിരിക്കേണ്ട ആവശ്യം ഞങ്ങക്ക് ഇല്ല. ഒരാവശ്യമില്ല. പിന്നെന്താ പോവാത്ത? ഇതെന്തിനാ പിന്നെ ഈ മാസം അടിക്കുമ്പോ പോ. ഓക്കെ ബൈ. പോ. ഭാഗ്യം കുറച്ചേരം ഞാൻ അവളുടെ ജാതകം കാർത്തികയുടെ മാമൻ. എടാ നില്ല എന്താടാ എന്റെ കൊച്ചുമോളെ ആണ്ടി ഇല്ല് മേല അവളുടെ കൂടെ നടക്കുന്ന എന്ത് വായിക്കുന്നറിയ സാർക്ക്? അങ്ങനൊന്നും അല്ല പുള്ളി ടൈപ്പ് ചെയ്തിട്ടത് കേട്ടാ. നില്ല എന്താടാ എന്റെ കൊച്ചുമോൾ ആയിട്ട് ഇനി മേലാൽ അവളുടെ കൂടെ നടക്കുന്നത്. ഞാൻ കുറച്ച് ഈ ഐഫോൺ ഫ്ലെക്സ് ചെയ്യണം, മനസ്സിലായോ? അത് ഞാൻ വിളിക്കായിരുന്നേടാ. അല്ല നീ അതുല്യോട് എന്താ സംസാരിക്കാത്ത? 2 നേരോളം എനിക്ക് ഇപ്പൊ പിള്ളേർ സംസാരിക്കും. ഇച്ചിരി ചെയ്യാണ്, മനസ്സിലായ? ഹായ് മാമ. എടാ എനിക്കൊന്ന് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ ഇങ്ങോട്ട് വരുവാടാ. ഹായ് ബ്രോ. ഗെയിമറാണോ? ചെറിയൊരു ഗെയിമറാ. ഓക്കെ. ബ്രോ ഞാനൊരു കണ്ടന്റ് ഒക്കെ, ഞാൻ ഇൻസ്റ്റയില് കണ്ടന്റ് ഒക്കെ ഇടുന്നതാണ് ബ്രോ. അല്ല അത് എന്നെ അറിയാവുന്നവനാ. പിന്നെ ഞാൻ അവന് വായിച്ചു കൊടുക്കാം. അല്ല ബ്രോ ഒന്ന് വായിക്കാവോ ബ്രോ? ഞാൻ ഇൻസ്റ്റയില് കണ്ടന്റ് ഒക്കെ ഇടുന്നത് ബ്രോയുടെ എക്സ്പ്രഷൻ. ബ്രോ ഞാൻ ഇൻസ്റ്റയില് കണ്ടന്റ് ഒക്കെ ഇടുന്ന ഒരാളാ. അപ്പം ബ്രോയുടെ എക്സ്പ്രഷൻ പറ്റി പ്രശ്നമുണ്ടോ? ധൈര്യമായിട്ട് ഞാൻ കാണാറുണ്ടല്ലേ നിങ്ങളെ? ഇവൻ വെട്ടുകൂടാ നിന്നെ ഉറപ്പാ. അവനെ എനിക്കറിയാം. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇത് മറ്റവനല്ലേ? ബ്രോ ഒരു റാപ്പ് പാടട്ടെ? റാപ്പ് പാടിക്കോ. ഈഗിൾ അവിടെ പോയി.
വാസണ്ണ കട പാല് വാങ്ങാൻ പോയി. എനിക്കെങ്ങനെ അറിയാം വാസണ്ണ കട പോയെന്ന്. ആ പാട്. സൗണ്ട് റെഡി അല്ലേ? ആ റെഡി. ഓക്കെ. മോതിരക്കടക്കം പൈറ്റിയ ഗുരുവിന് കാലിന് വാരിയ തുടക്കം തലയിൽ നിറയണ കല്ലിന്റെ മയക്കം തലവിന് വണക്കം അതുപോലെ നുകരണ ബലത്തിൽ ഈടണ സ്വരത്തിൽ വീശേണ്ട കാറ്റ് വന്നല്ല ഗോഡ്സോൺ വാൻ ലെറ്റ്സ് ഗോ വിത്ത് യുവർ ആസ് ചുറ്റും നോക്കി കളറി കത്തണ ബൾബിന് വെളിച്ചിട്ട് വെടിക്കിന്റെ വരക്കേണ്ട വലിച്ചിട്ടിരിക്കേണ്ട തന്റെ വലിയ ഇടിവെട്ടി ത്രേസിയുടെ 18 കളവെട്ടി ഇനിയും മടക്കമെല്ലാം ഉറപ്പിച്ച് നടന്ന് നാട്ടിലെ വാരി ദാഹം മാറ്റണം പോരക്ക് കച്ചലതാരി യാരി നീ യാരി. വിഷയടാ മോനെ നൈസടാ. എടാ ഇറക്കോണോ അങ്ങ് പാടി ഇറക്ക്. കേറി വാ സ്റ്റാമ്പ് വരക്കട്ടെ. വിഷയം ബ്രോന്റെ ലൈവാണോ ബ്രോ? ആ ലൈവാണ്. നീ കട്ട് ചെയ്തെടുത്താ മതി. ജർമ്മൻ കണ്ണാപ്പി ചാനലിന്റെ പേര്. അല്ല കട്ട് ചെയ്യാനല്ല, ഇത് ചാനലിന്റെ പേരെന്തേലും? കണ്ണാപ്പി ഗെയിമിംഗാ? ജർമ്മൻ കണ്ണാപ്പി. ജർമ്മൻ കണ്ണാപ്പി. ഓക്കെ പോട്ടിരാവേ. ഓക്കെ. ഇതേപോലുള്ള റേപ്പിസ്റ്റ് ഒക്കെ വരണോടാ നല്ലോണം. റേപ്പിസ്റ്റ് അല്ല റാപ്പ്. റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. അത് തന്നെ. ഈ പുള്ളി എവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ വന്നേ? എവിടെ ഇരിക്കേ? நல்லா இருக்கு மாமா. போடுறா பாட்டு. ஓகே மாமா. ஓகே. டேய் எங்கடா ஊருங்க? പുണ്ടച്ചി വരട്ട് അവന് കൊടുക്കണോടാ. കേക്കുന്നില്ല. മൈക്ക് ഓഫ് ആണോ? എടാ അവനെ വെക്കണേ. മറ്റവന്മാരും തെറി വിളിച്ച് മറ്റേ അവനെന്നെ പാണ്ടിയായിട്ട് കണ്ട് എന്താ അവസ്ഥയാടാ. സംബന്ധിച്ച് അവനെ മാമാന്ന് വിളിച്ചില്ലേ? പോടറാ പാട്ടൊന്ന്. തള്ളക്കുളയും കിട്ടിയല്ലോ. എന്ത് മൈര് സീന. രാത്രി തള്ളക്കുളയും കിട്ടി.